എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ പിറവത്തുള്ള പാഴൂർ കരയിലാണ് പാഴൂർ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം പിറവം റോഡിലൂടെ ഏകദേശം 30 കിലോമീറ്ററോളം സഞ്ചരിച്ച് ക്ഷേത്രത്തിലെത്താം. മൂന്ന് വശവും മൂവാറ്റുപുഴയാറിനാൽ ചുറ്റപ്പെട്ട മുനമ്പിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. കിഴക്ക് നിന്നൊഴുകി വരുന്ന മൂവാറ്റുപുഴയാറ് ക്ഷേത്രത്തിന് പിന്നിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും കിഴക്കോട്ട് തന്നെ ഒഴുകുന്നു. പാഴൂർ പുഴയ്ക്ക് പെരുന്തൃക്കോവിലുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ക്ഷേത്ര സങ്കേതത്തിന് പരിരക്ഷ നൽകിക്കൊണ്ട് ഇവിടെ പുഴ വഴിമാറി ഒഴുകുന്നത് തന്നെ ഒരത്ഭുതമാണ്. പെരുന്തൃക്കോവിലപ്പന്റെ അഭിഷേക ജലമാണ് ഈ നദിയിലൂടെ ഒഴുകുന്നത്. ക്ഷേത്രത്തെ അർദ്ധപ്രദക്ഷിണം ചെയ്യുന്ന പാഴൂർ പുഴ നേരെ ഒഴുകാത്തതും പാഴൂർ കരയുടെ 10 ഭാഗ്യങ്ങളിലൊന്നാണ് എന്നൊരു ചൊല്ലും ഇവിടെയുണ്ട്. സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോരുന്ന മഹത്തായ പാരമ്പര്യത്തിന്റെ വിലമതിക്കാനാകാത്ത ഈടുവയ്പുകളിലൊന്നാണ് പാഴൂർ ക്ഷേത്രം. ബിഭ്രദ്ധോർഭികുഠാരം മൃഗമഭയവരൗ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്താ പരാഗാമൃതരസലിതാദ്രിപ്രഭ പഞ്ചവക്ത്രത്രേക്ഷ. കേരളീയ തച്ചുശാസ്ത്രത്തിന്റെ ഉപദാനങ്ങളായി എക്കാലവും വാഴ്ത്തപ്പെടുന്നവയാണ് ഇവിടെ കാണുന്ന ക്ഷേത്രശില്പങ്ങൾ. ഓരോ ദേവമന്ത്രങ്ങളിലും അവതരിപ്പിക്കുന്ന രൂപവിശേഷങ്ങളെ സാംശീകരിക്കുകയാണ് പരമ്പരാഗത കേരളീയ ശില്പികൾ അനുവർത്തിച്ചു വന്ന ശില്പകലാശൈലി. ഒരു ജനവിഭാഗത്തിന്റെ ഈശ്വരാന്വേഷണ പരീക്ഷണങ്ങൾ ഈ ശില്പങ്ങളിൽ പ്രതിഫലിക്കുന്നു. ആധ്യാത്മിക സമീപനത്തിനാണ് കലാസൃഷ്ടികളിൽ മുൻതൂക്കം നൽകി കാണുന്നത്. പ്രതിമാലക്ഷണ പ്രകാരം ശില്പങ്ങളുടെ ഓരോ അംഗങ്ങൾക്കും നിശ്ചിത അളവുകളുണ്ട്. ലക്ഷണശാസ്ത്രങ്ങൾക്ക് പുറമെ കേരളീയ ശില്പികൾ ചില കൈക്കണക്കുകളും ഉപയോഗിച്ചിരുന്നു. കാണാൻ കൗതുകവും അതേസമയം അത്ഭുതകരവുമെന്ന് വിശേഷിപ്പിക്കാവുന്ന രചനകൾ ആ വഴിക്ക് ഉണ്ടായതാണ്. നീലലോഹിതായ നമഃ, ഓം ശങ്കരായ നമഃ, ഓം ശൂലപാണേ നമഃ, ഓം ഖണ്ഡ്വാംഗിനേ നമഃ, ഓം വിഷ്ണുവല്ലഭായ നമഃ, ഓം ശിവിവിഷ്ടായ നമഃ, ഓം അംബികാനാഥായ നമഃ, ഓം ശ്രീകണ്ഠായ. ഒരു കാലിഡോസ്കോപ്പിൽ എന്നതുപോലെ തന്നെ ഒരു പ്രതലത്തിലുള്ള ദൃശ്യങ്ങൾക്ക് വ്യത്യസ്ത ദിശകളിൽ നിന്ന് വിഭിന്ന മാതൃകകൾ സൃഷ്ടിച്ചെടുക്കുന്ന ശില്പവൈവിധ്യവും ഇവിടുത്തെ ദാരുശില്പങ്ങളിൽ കാണാം. ഓം ശിതികണ്ഠായ നമഃ. കൗതുകമുളവാക്കുന്ന ഇത്തരം ബിംബങ്ങൾ നിറഞ്ഞ ക്ഷേത്രശില്പത്തിൽ പെരുന്തച്ചന്റെ വിരൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. മറയിവെച്ച പന്തിരുവലത്തിൽപ്പെട്ട പെരുന്തച്ചൻ്റെ പല സ്തൂപങ്ങളും ഈ അമ്പലത്തിനുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അമ്പലം പണിത് അദ്ദേഹമാണോ അല്ലയോ പാഴൂരാശാരിയാണ് പണിതതെന്നാണ് പറയണത്. പക്ഷെ അതിന് ഇടയ്ക്ക് വന്ന് അദ്ദേഹം പല ഇതും പണിതു. പ്രധാനമായിട്ട് ഒരു ഗരുഡനെ പണിത് വെച്ചിട്ടുണ്ട്. ഗരുഡൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഉന്മീലനം നടത്തുന്ന സമയത്ത് ചവിട്ടാൻ പാടില്ല എന്നാണ് നിയമം. വിളക്ക് കൊളുത്തി കണ്ണ് തെളിക്കണ സമയത്ത്. അപ്പോൾ കാലെടുത്ത സമയത്ത് ഉന്മീലനം കഴിഞ്ഞപ്പോൾ ഗരുഡൻ പറന്നുപോയി എന്നാണ് ഐതിഹ്യം. ഗരുഡൻ പറന്നുപോയാൽ ഊരാമക്കാരായ ഞങ്ങൾ കൂലി കൊടുക്കില്ലല്ലോ. അപ്പോൾ ദേഷ്യപ്പെട്ട പെരുന്തച്ചൻ വീതി വിളി കൊണ്ട് ഒരേറെ എറിഞ്ഞപ്പോൾ ചിറകും ഗരുഡന് ഇപ്പോഴും കെട്ടി തൂക്കിയിട്ടുണ്ട്. അത് അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട്, അത് കാണാം. പിന്നെ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവരും പറയുന്ന അഷ്ടവക്ര മുനിയുടെ ഇതാണ്. 8 വളവുള്ള ഒരു മുനി. അത് അനാട്ടമി അനുസരിച്ച് തന്നെ വളരെ ശരിയാണെന്നാണ്. എല്ലും ഞരമ്പും ഒക്കെ അതാ വളരെ മലയാളത്തിലെ മരം കൊണ്ടുള്ള പ്രധാനപ്പെട്ട സ്തൂപങ്ങളിലൊന്ന് അതാണെന്ന് ഗൃഹീതക്കാരൊക്കെ പലരും പറയുന്നു. അത് നടക്കൽ വലതുവശത്തായിട്ട് വെച്ചിട്ടുണ്ട്. അത് കണ്ട് പാഴൂരാശാരി വേറൊരെണ്ണം ചെത്തിയത് ഓവിൻ്റെ അടുത്തും വെച്ചിട്ടുണ്ട്. ചെമ്പുമേഞ്ഞ് വട്ടശ്രീകോവിലായി നിർമ്മിച്ചിരിക്കുന്ന ദേവമണ്ഡപത്തിന്റെ പ്രധാന വാതിലിനരികെ
ഇടത്ത് ഭാഗത്തായി വിഘ്നേശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് സത്യകാസമേതനായ ശാസ്താവിനെ കുടിയിരുത്തിയിരിക്കുന്നു. ഗോശാല കൃഷ്ണനെയും പ്രത്യേകം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭൂതഗണ വാഹന സമേതരായ നാഗപ്രതിഷ്ഠകളും ഇവിടെ കാണാം. കേരളത്തിലെ ജ്യോത്സ്യന്മാർ പതിവായി എത്തുന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് പാഴൂർ പെരുന്തൃക്കോവിൽ. ജ്യോതിഷ പണ്ഡിതനായ തലക്കുളത്ത് ഭട്ടതിരിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ക്ഷേത്രത്തിന് ഇങ്ങനെയൊരു പ്രാധാന്യം കൈവന്നത്. ജാതിഭ്രംശമെന്ന ഭവിഷ്യത്ത് ഒഴിവാക്കാൻ തലക്കുളത്ത് ഭട്ടതിരി പാഴൂരെത്തിയെങ്കിലും വിധി അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞില്ല. ഈ പാഴൂർ പുഴ തന്നെയാണ് ഭട്ടതിരിയെ അക്കരയിലുള്ള പടിപ്പുരയിലെത്തിച്ചത്. തലക്കുളത്ത് ഭട്ടതിരിയിൽ നിന്ന് തുടങ്ങുന്ന ജ്യോതിഷ പരമ്പരയുടെ 20ാമത്തെ തലമുറയാണ് പാഴൂർ പടിപ്പുരയിൽ ഇപ്പോൾ താമസിക്കുന്നത്. പാഴൂർ കുടുംബത്തിൽ നിന്ന് കാലം ചെയ്തുപോയ ജ്യോതിഷികളെ കുടിയിരുത്തിയിരിക്കുന്ന തറകൾ ഇവിടെ നമുക്ക് കാണാം. ഇത് പാഴൂർ പടിപ്പുര. പാഴൂർ പടിപ്പുരയുടെ പ്രശസ്തിക്ക് കാരണഭൂതനായി തീർന്ന തലക്കുളത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ സാക്ഷാ സമാധിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേക മഹത്വം. ഗോവിന്ദ ഭട്ടതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഈ ദശാധ്യായി എന്ന് പറയുന്ന ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു ജാതിഭ്രഷ്ട് സംഭവിക്കുന്ന അദ്ദേഹം കണ്ടു. അപ്പോൾ ആ ഭ്രഷ്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ദേവാലയങ്ങൾ തോറും തീർത്ഥാടനം ചെയ്ത് പാഴൂര് മഹാദേവ ക്ഷേത്രത്തിൽ അദ്ദേഹം വന്നു. അവിടുത്തെ പൂജാകർമ്മങ്ങളെല്ലാം പങ്കുകൊണ്ടിട്ട് അദ്ദേഹം വിശ്രമിക്കാനിരുന്ന സമയത്ത് ചെറു തോണികളെല്ലാം കണ്ടിട്ട് അദ്ദേഹം തോണി കളിക്കാനായിട്ട് സഹപ്രവർത്തകർ ഒരുമിച്ച് മൂവാറ്റുപുഴ ഈ പുഴയിലൂടെ യാത്ര തിരിച്ചു. വള്ളം കളിച്ചിങ്ങനെ നിന്ന സമയത്ത് ശക്തിയായ കാറ്റും മഴയും ഉണ്ടായതിനെ തുടർന്നൊരു അഭയകേന്ദ്രമായിട്ട് കണ്ടത് ഈ പാഴൂർ പടിപ്പുരയുടെ താഴ്ഭാഗത്തുള്ള കുളിപ്പുരയാണ്. അപ്പോൾ ആ കുളിപ്പുരയിൽ അദ്ദേഹം വള്ളം അടിപ്പിച്ചു. അദ്ദേഹം വിശ്രമിക്കാൻ അവിടെ ഇരുന്നു. അങ്ങനെ അസമയായി ശക്തിയായിട്ടുള്ള കാറ്റും മഴയും തുടർന്ന് ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു അഭയകേന്ദ്രമായിട്ട് ഈ ഗൃഹത്തിൽ പ്രവേശിച്ച് നോക്കിയപ്പോൾ ഒരു വാതിൽ ഇങ്ങനെ പതുക്കെ അടച്ചിട്ടുണ്ടായിരുന്നല്ലോ. വാതിൽ തുറന്നു നോക്കിയപ്പോൾ പായും തലേണയും വിരിച്ചിട്ടുണ്ട്. അദ്ദേഹം സുഖമായിട്ട് അവിടെ കിടന്ന് വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിന് കിടന്നിരുന്നതായ പായ ഇവിടുത്തെ ഗൃഹനാഥയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചു വെച്ചിരുന്നതായിരുന്നു. അദ്ദേഹം യാദൃച്ഛമായിട്ട് അവിടെ കിടന്നു. ഭർത്താവ് വന്നു അറിയാനായിട്ട് ഭാര്യ അവിടെ താഴെ ചെന്നപ്പെടുത്തി ഒരാളവിടെ കിടപ്പുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിച്ച് അദ്ദേഹം ആ സ്ത്രീയിൽ പ്രവേശിച്ചു. അങ്ങനെ അതിൽ നിന്നൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് 10 വയസ്സുള്ളപ്പോൾ ഇവിടെ നിന്ന് കൊള്ളാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവരെ എൻ്റെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം ഇവരെ അനുഗ്രഹിച്ചിട്ട് ഇവിടുന്ന് പോവാണ്. ആ തലമുറയ്ക്ക് ശേഷമാണ് ബുധശുക്രന്മാർ ബ്രാഹ്മണ വേഷധാരികളായിട്ട് പടിപ്പുര ജ്യോത്സ്യനെ പരീക്ഷിക്കാനായിട്ട് വന്നത്.